കുട്ടുറുവനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി കാണാത്തവർ ഈ ശബ്ദമെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ കാണുന്ന ഈ ചിന്നക്കുട്ടുറുവന്റെയാണ് ഈ ശബ്ദം. ഒരുതരം ബാർബറ്റാണ് കേട്ടോ ഈ ചിന്നക്കുട്ടുറുവൻ. നമ്മുടെ നാട്ടിലും കാട്ടിലും അതേപോലെ മരമുള്ളവിടെ എല്ലാം വ്യാപകമായി കാണുന്ന പക്ഷിയാണിത്. നിങ്ങളുടെ വീട്ടിലെ പേരക്കയിലും പപ്പായയിലും എല്ലാം നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടാവും. കൂടുതലും ഉണങ്ങിയ മരത്തിന്റെ പൊത്തുകളിലാണ് ആള് കൂടുണ്ടാക്കാറ്. കൂടുണ്ടാക്കിയതിനു ശേഷം പെൺപക്ഷി അതിൻ്റെ ഉള്ളിൽ കയറി മുട്ടയിടും. പകൽ സമയങ്ങളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും അടയിരിക്കാറുണ്ട്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആൾക്കൊരു മീശയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിൽ കോമൺ ആണെങ്കിലും വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ ഈ പക്ഷി ഉള്ളൂ കേട്ടോ. ഇതിനെ നിങ്ങൾ മിക്കവാറും കണ്ടു കാണും. പക്ഷെ അടുത്തൊരു ബാർബറ്റിനെ കാണിച്ചു തരാം. അതിനെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇതാണ് ആൽക്കിളി അല്ലെങ്കിൽ മലബാർ ബാർബറ്റ്. ആലിന്റെ കായകൾ കൂടുതൽ കഴിക്കണമുണ്ടായിരിക്കണം അതിന് ആൽക്കിളി എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ശബ്ദം ഇങ്ങനെ ചെമ്പ് പാത്രങ്ങൾ കൂട്ടണ പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതേ ശബ്ദമുള്ള വേറൊരു പക്ഷി കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ചെമ്പുകുട്ടി. രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും ചെമ്പുകുട്ടിയുടെ കഴുത്തിൽ ആൽക്കിളിയുടെ പോലെ നീല നിറം ഉണ്ടാവില്ല. ചെമ്പുകുട്ടിയെ താഴെ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ആൽക്കിളിയെ മലകളിലും കാടുകളിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ചെമ്പുകുട്ടിയെ നമുക്ക് ഇന്ത്യ മൊത്തത്തിലും അതേപോലെ ഏഷ്യയിലെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ ഗട്ട്സിന്റെ താഴെ മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ആൽക്കിളി. ഇവ രണ്ടിന്റെയും ശബ്ദം കേൾക്കാമെങ്കിലും കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 3 ബാർബറ്റുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.